പക്ഷേ നമ്മുടെ കേരളത്തിലിപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വളരെ വൈകാരികമായിട്ട് മലയാളികൾ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് പല കേസുകളിലും ഉണ്ടെങ്കിൽ പോലും നിമിഷപ്രിയയുടെ കേസ് വന്നപ്പോൾ വൈകാരികമായിട്ട് തന്നെ അത് ഇടപെടുന്നു. ഇപ്പോൾ നയതന്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾ പരാജയപ്പെടുന്ന സ്ഥലത്ത് കാന്തപുരത്തെ പോലുള്ള ഒരാൾ ഇടപെട്ട് തൽക്കാലത്തേക്കൊരു സ്റ്റേ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം. പക്ഷേ ഇതിൽ ഏറ്റവും ഭീകരമായൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾ പലരും ഈ അറബി ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളുകൾ തലാലിൻ്റെ സഹോദരൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയിട്ട് നിങ്ങളുടെ സഹോദരൻ്റെ രക്തത്തിന് നിങ്ങൾ പണം വാങ്ങരുത്, തിരിച്ച് നിങ്ങളുടെ സഹോദരനോട് ചെയ്തതെന്താണോ അത് തന്നെ ആ സ്ത്രീക്കും അവരും അനുഭവിക്കണം എന്ന രീതിയിൽ നമ്മൾ മലയാളികൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വൈകാരികമായിട്ട് അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനിടയിലുള്ള ചില പുഴുക്കുത്തുകൾ ഇങ്ങനെ പോയി ചെയ്യുന്നതിന് മാഷ് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അയ്യോ, ഇവരുടെ ഒന്നും ഉള്ളിലെ ഒരു ലെവലേശം മനുഷ്യപ്പറ്റ് ആവശ്യമുള്ള നേരത്ത് പുറത്തെടുക്കാൻ പോലും കിട്ടാത്ത വിധം ഇല്ല എന്നാണ് ഇതിൻ്റെ വാസ്തവം. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇടപെടാൻ എളുപ്പമാണ്, സത്യം. പക്ഷെ പ്രാണന് വേണ്ടി നിലവിളിക്കുന്ന ഒരു മനുഷ്യൻ, അതൊരു പാവ സ്ത്രീ, ജീവിക്കാൻ വേണ്ടി നാട് വിട്ടുപോയ ഒരാൾ, ആതുര സേവനം നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ, അവരുടെ സ്വപ്നങ്ങളുടെ ഒരു വലിപ്പം കൊണ്ടോ ഒരു പുതിയ അവിടുത്തെ ഒരു ജോലിയുടെ ശമ്പളം വിട്ട് അറബ് നാട്ടിൽ ചെന്നാൽ അറിയാം, അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ, പ്രത്യേകിച്ച് മലയാളി മേൽവിലാസമുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ നടത്താമെങ്കിൽ അത് നന്നായി വിജയിക്കും. അതറിയാവുന്നതുകൊണ്ടാണ് പാവപ്പെട്ട ഈ സ്ത്രീ, അതും പാവപ്പെട്ട അറബ് രാജ്യത്താണ്. യമൻ എന്ന് പറഞ്ഞാൽ യമനെ കുറിച്ച് ആളുകൾ ധരിക്കുന്നത് യമൻ ഒരു സ്വർഗവും പ്രതീക്ഷയൊന്നും അല്ല. യമനിലെ ഒരു റിയാല് കൊടുത്താൽ ഇന്ത്യൻ രൂപ കിട്ടുന്നത് 30 പൈസയോ 35 പൈസയോ ആണ്. തൊട്ടപ്പുറത്ത് സൗദി അറേബ്യക്ക് അത് 21 രൂപ കിട്ടും, 21-22 രൂപ കിട്ടും ഒരു റിയാലിന്. യമൻ അത്ര ദരിദ്രമാണ്. അപ്പോൾ ആ രാജ്യത്ത് പോയിട്ട് പാവപ്പെട്ട കുട്ടി കഷ്ടപ്പെട്ട് പണിയെടുത്തതാണ്. അപ്പോൾ അതിനിടയിൽ ഒരുപാട് ദുരന്തങ്ങൾ വന്നു. അവിടെ ഹൂത്തികൾ വന്നു, ആഭ്യന്തര കലാപം വന്നു, ഇന്ത്യ ഗവൺമെൻറ് അങ്ങോട്ടുള്ള യാത്ര വിലക്കി. അപ്പോൾ ഇവർക്ക് ഭർത്താവിനും കുട്ടിക്കും അങ്ങോട്ട് പോകാൻ പറ്റാതായി. അവൾ അവിടെ ജീവിതത്തിന് വേണ്ടി സ്ട്രൈവ് ചെയ്താണ്. ഇതാണ് ഇതിൽ കഷ്ടപ്പാട്. അതിനിടക്ക് വന്ന സാഹചര്യമാണ്. അവനവൻ്റെ ജീവനോ മാനമോ രക്ഷിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി, എന്തും ചെയ്തേക്കും. അവൾ ചെയ്തില്ലേ, ഈ ചെറിയ കുറ്റമാണോ, കുറ്റം സമ്മതിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കണ്ടു. എങ്ങനെയാണ് ഈ സമയത്ത് നമുക്ക് അതൊക്കെ ചോദിക്കാൻ പറ്റുന്നത് എനിക്കറിയില്ല. അത് വലിയ ഭീകരമാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, മഹാത്മാഗാന്ധി പോലും ധർമ്മമായി കൽപ്പിച്ചാൽ, ഇപ്പോൾ യങ് ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയുമായി ചോദ്യോത്തരം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ ലോകത്തിലെ ആർക്കും ചോദ്യങ്ങൾ ചോദിക്കാം, അദ്ദേഹം ഉത്തരം പറയും. ചിന്തയിൽ EMS ഒക്കെ ചെയ്തിട്ടുണ്ടാവില്ല, അത് അതിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, അങ്ങ് ഒരു പെൺകുട്ടി ചോദിക്കുകയാണ്, ആ പേര് ഞാൻ മറന്നുപോയി. ആ പെൺകുട്ടി ഇദ്ദേഹത്തോട് ചോദിക്കുന്നത്, അങ്ങ് ഈ അഹിംസയുടെ പ്രവാചകനാണല്ലോ, എന്നെ ഒരു കാട്ടാളൻ ചിന്താൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് പറയുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഉണ്ട്. നമ്മൾ ഈ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഇങ്ങനെ പോളിഷ് ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരു അഹിംസ ഉണ്ട്, അതൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. മോളെ, അത് നിന്റെ ഒരു മനുഷ്യന് നേരെ വരുന്ന അക്രമവും അതിക്രമവും വരുമ്പോഴുള്ള സിദ്ധാന്തമല്ല ഞാൻ പറഞ്ഞത്. നമ്മളായി മുൻകൈയെടുത്ത് ഭൂമിയിൽ ഒരു പ്രാണിയെ പോലും ഉപദ്രവിക്കരുത് എന്നേ അഹിംസക്ക് അർത്ഥമുള്ളൂ. നിന്നെ ഉപദ്രവിക്കാൻ വന്നാൽ നിന്റെ കയ്യിൽ ഏറ്റവും ചുരുങ്ങിയത് നിന്റെ പല്ലും നഖവും ഉണ്ടല്ലോ, അവനെ കടിച്ചു കീറണമെന്നാണ്. അതേ ഇപ്പോൾ ഈ കുട്ടിയും ചെയ്തിട്ടുള്ളൂ. ഈ കുട്ടി എന്തോ മഹാക്രമം കാണിച്ചു. ആ കുട്ടിക്ക് രക്ഷപ്പെടാനാവാത്ത വിധം അവളുടെ പാസ്പോർട്ട് ഉൾപ്പെടെ, പാസ്പോർട്ട്, ഇക്കാമ, അവൾ അധ്വാനിച്ച ബാങ്ക് ബാലൻസ് എല്ലാം അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. സർവോപരി അവളുടെ കുഞ്ഞ്, അവൾ പ്രസവിച്ചിട്ട് ഇവിടെ ഭർത്താവിനെയും കുടുംബത്തെ ഏൽപ്പിച്ചു പോയ കുഞ്ഞ് അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതൊക്കെ ആ ഒരു അമ്മയുടെ ഭാഗത്തും ചിന്തിക്കാൻ പറ്റണം. ഈ അമ്മയുടെ വയറ്റിൽ പിറന്ന ഒരുത്തനും ഇമാതിരി പ്രചാരവേല നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അവരുടെ കുടുംബത്തിലാണെങ്കിലും ഒരാൾ കുടുങ്ങിക്കിടക്കുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതെ ഞാൻ പറഞ്ഞു, അങ്ങനെ ചിന്തിക്കാൻ പറ്റണ്ടേ നമുക്ക്? എൻ്റെ പെങ്ങളാണ് ആ കുടുങ്ങിയത്, അല്ലെങ്കിൽ എൻ്റെ മോളാണ് എന്ന് ചിന്തിക്കാൻ പറ്റണ്ടേ, അല്ലെങ്കിൽ എൻ്റെ അമ്മയാണ്. ഇത് വരാന്നേ. അപ്പോൾ മാത്രമല്ല, ഈ തലാൽ എന്നൊക്കെ പറയുന്നവനെ കൊന്നു എന്ന് മാത്രമല്ല, അബദ്ധത്തിൽ സത്യത്തിൽ സെഡേഷൻ കൊടുത്തപ്പോൾ ഓവർഡോസ് ആയിപ്പോയതാണ് എന്നാണ് അവർ പറയുന്നത്. ഈ സമയത്ത് മരണത്തിൻ്റെ മുഖത്ത് മരണവക്ത്രത്തിൽ നിന്നുകൊണ്ട് ഒരു പ്രാണന് വേണ്ടി നിലവിളിക്കുന്ന ഒരു പെൺകുട്ടി പറയുന്നത് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഈ പറയുന്ന പ്രചാരകന്മാരുടെ വലയിലൊന്നും വന്ന് അവകാശവാദികളുടെയും കൂട്ടത്തിലല്ല ഞാൻ. അപ്പോൾ അവർ പറയുന്നതാണ്, അന്നേരത്ത് ഓവർഡോസ് ആയിപ്പോയി, പിന്നെ നോക്കുമ്പോൾ മരിച്ചു പോയിരിക്കുന്നു, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഒരു കൂട്ടുകാരിയുടെ സഹായത്തോടെ, പിന്നെ ആരും അറിയാതെ, അവിടെ അവർക്കറിയാം കൊല്ലപ്പെട്ടു എന്നറിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഇത്രയും കാലം നിന്ന് പോലും കിട്ടൂല. സംശയാസ്പദമായതുകൊണ്ടും തെളിയിക്കാൻ സമയമെടുത്തത് കൊണ്ടുമാണ് ഇത്രയും വർഷങ്ങളെങ്കിലും എടുത്ത്. 2007 കൊലപാതകം നടന്നിട്ട് 2017
അല്ലേ? ആണെന്ന് തോന്നുന്നു. 2017 കൊലപാതകം നടന്നിട്ട് 2020 ഈ വാർത്ത പുറം ആണെന്ന് തോന്നുന്നു. 2020. അപ്പോൾ എന്തായാലും അത്രയും കാലം കിട്ടിയത് ഇതുകൊണ്ടാണ്. അപ്പോൾ അവർ ഒരു വാട്ടർ ടാങ്കിലെങ്ങാണ്ട് ഉപയോഗിച്ചു, പിന്നെ കണ്ടെടുക്കാൻ സമയമെടുത്തു, അതിന് അന്വേഷണമായി, അപ്പോഴേക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല അവർക്ക്, പിന്നെ അവിടെ പെട്ടുപോയി. ഇതൊക്കെയാണ് അതിൻ്റെ ഇഷ്യൂ. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും അത്ര വിശ്വസനീയമല്ല. ഇപ്പോഴത്തെ കാര്യങ്ങൾ പലതും പുറത്തു വരുന്നുണ്ട്. ഒന്ന്, ഇപ്പോൾ തലാലിൻ്റെ ബ്രദറാണെന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ഇടപെടൽ വന്നു. ഞങ്ങൾ മാപ്പ് കൊടുക്കില്ല, ബ്ലഡ് മണി എന്നാണല്ലോ പറയുന്നത്. ബ്ലഡ് മണി കൊടുത്താൽ ബ്ലഡ് കിട്ടുമോ എന്നാണ് അവൻ്റെ ചോദ്യം. ബ്ലഡ് കിട്ടുമോ എന്ന് വെച്ചാൽ എൻ്റെ രക്തത്തിൽ പറഞ്ഞ സഹോദരനെ കിട്ടുമോ, അത്തരത്തിൽ അവനെ പ്രകോപിപ്പിച്ചെത്തിയതാണ്. അതേ സമയത്ത് കാന്തപുരം നേരിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, കാന്തപുരം അവിടുത്തെ വളരെ പ്രധാനിയായൊരു മതപണ്ഡിതനുമായിട്ട് ബന്ധപ്പെട്ടു എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ കുടുംബത്തിൻ്റെ വികാരത്തിനെതിരായി പോയി പോസ്റ്റ് ഇടുമോ? അപ്പോൾ കാന്തപുരത്തിൻ്റെ ഈ ഇടപെടൽ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടോ? അതല്ല, കാന്തപുരത്തിൻ്റെ മെസ്സേജ് ഇവിടുന്ന് പോയി അവസാന നിമിഷമാണല്ലോ കാന്തപുരം പോലും ഇടപെട്ടത്, നേരത്തെ ഇടപെട്ടിട്ടില്ല. അപ്പോൾ അവസാന നിമിഷം അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ചെന്ന ഉടനെ അവിടെ കിട്ടിയൊരു തീരുമാനം, ഇതാ തൽക്കാലം മാറ്റി വെച്ചിരിക്കുന്നു, നമുക്ക് ആലോചിക്കാൻ സമയമുണ്ട് എന്നുള്ള മെസ്സേജ് ആയിരിക്കുമല്ലോ. അത് അദ്ദേഹത്തിന് ആദ്യം കിട്ടിയെന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം മാത്രമാണ് അത് ആദ്യം അവകാശപ്പെട്ടത്. പിന്നീടത് അദ്ദേഹത്തിൻ്റെ സന്ദേശവും പോയിട്ടുണ്ട് ആ കുടുംബത്തിന് എന്നിപ്പോൾ ആ ആക്ഷൻ കമ്മിറ്റിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാം. പക്ഷേ പുറത്തു വന്ന വിവരം അനുസരിച്ച് ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ഒരു വിവരമുണ്ട്, ഞെട്ടിക്കുന്നതാണത്. അത് അവിടുത്തെ ഈ ഹൂത്തി തീവ്രവാദികളുടെ കയ്യിലാണല്ലോ ജയില്. ഈ കമ്മ്യൂണിക്കേഷൻ ലോകം മുഴുവൻ നടക്കുന്നു, ലോകമാധ്യമങ്ങളിൽ വലിയ കോലാഹലമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുടെ അടുത്തൊരു സ്ട്രാറ്റജിക് ഡിസിഷനാണെന്ന് ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ഞാൻ വണ്ടിയിലിരുന്ന് വായിച്ചു. അത് എന്താണെന്ന് വെച്ചാൽ ഈ ജൂലൈ 16 എന്നൊരു ഡേറ്റ് ലോകം മുഴുവൻ അറിയാണല്ലോ. അപ്പോൾ ലോകം മുഴുവനുള്ള ആളുകൾ കൂടി ഒരുപക്ഷെ ആ ജയിലിന് പോലും അപായപ്പെടുത്താൻ, മാത്രമല്ല അവിടുത്തെ ഹൂത്തി തീവ്രവാദികൾക്കോ അവിടുത്തെ സൈന്യത്തിനോ അവരുടെ രാജ്യത്തിൻ്റെ പട്ടാളം ഇല്ല അവർക്ക്. ഈ ഇറാൻ പിന്തുണയോടുകൂടി അവിടെ അവർ സ്വന്തമാക്കിയ ആയുധങ്ങളേ ഉള്ളൂ. മാത്രമല്ല സന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ, യമൻ്റെ പഴയ തലസ്ഥാനം ഇവരുടെ കയ്യിലാണ്, അക്രമികളുടെ കയ്യിലാണ്, ഈ അധിനിവേശക്കാരുടെ കയ്യിലാണ്. ഇനി യഥാർത്ഥ തലസ്ഥാനം ഇപ്പോൾ ഏതനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. യമൻ്റെ തെക്ക് ഒരു പ്രവിശ്യ നഗരമായിട്ടുള്ള ഏതനിലേക്ക് മാറ്റിയിരിക്കുകയാണ് തലസ്ഥാനം. അപ്പോൾ ഒരു പക്ഷേ വലിയൊരു ആൾക്കൂട്ടം വന്നാൽ അവർക്ക് ആ കൊലപാതകം കാണാനോ പ്രതിഷേധിക്കാനോ എന്തിനും വരാലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ അവർക്ക് നിയന്ത്രിക്കാനാവില്ല എന്നതുകൊണ്ട് സ്ട്രാറ്റജിക്കലി തൽക്കാലത്തേക്ക് മാറ്റിവെച്ചതാണ്. ലോകത്തോട് പറഞ്ഞിരിക്കുന്നു മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ ഇനി വേണമെങ്കിൽ ഈ അനുഭവം വെച്ച് ജൂലൈ 16 എന്നൊരു ഡേറ്റ് മുൻകൂട്ടി ഡിക്ലെയർ ചെയ്തതിൻ്റെ ഭവിഷ്യത്ത് അവരറിഞ്ഞതുകൊണ്ട് ഇനി ആരോടും പറയാതെ ഒരു ഡേറ്റ് പോലും പ്രഖ്യാപിക്കാതെയും ഈ പാവത്തിനെ കൊന്നു എന്ന് വരാം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ആളുകൾ ചോദിക്കുന്ന എന്തൊക്കെ വൃത്തികെട്ട ചോദ്യങ്ങളാണെന്നറിയോ? ഇവിടെ ഇത്തരം കൊലപാതകങ്ങളില്ലേ? കമ്പാരിസൺ ഒട്ടും ഒരു വൃത്തികെട്ട കമ്പാരിസൺ. ഒന്ന് ഏറ്റവും ചുരുങ്ങിയ ആണെന്നേ, ഒന്ന് നമ്മുടെ രാജ്യത്ത് കിടന്ന് മരിക്കുക എന്ന് പറയാം. മീൻസ് കൊലപാതകങ്ങളെ ഒരു രാജ്യത്തും നടക്കാൻ പാടില്ല നമ്മൾ വിശ്വസിക്കുന്നതാണ്. ലോകചരിത്രത്തിൽ ഏറ്റവും ഹീനമായ കൊലപാതകം ആദ്യം നടന്നത് ഇംഗ്ലണ്ടിലാണ്. ഓർമ്മയില്ലേ? ആ ഹെൻറി 8 ഭാര്യ റാണി മഹാറാണിയെ കൊലപ്പെടുത്തിയതാണ് 1536. ഞാൻ പറഞ്ഞു അന്നേ ഇന്ത്യ അപലപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നത്തെ ഇന്ത്യ 16-ാം നൂറ്റാണ്ട് തൊട്ട് ഇന്ത്യ എന്നും വധശിക്ഷയ്ക്കെതിരാണ്. അപ്പോൾ ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കുട്ടി നമ്മുടെ നാടും വീടും പോറ്റാൻ വേണ്ടി ഗതികേട് കൊണ്ട് നാട് വിട്ടൊരു കുട്ടിയാണ്. ആ പരിഗണനയെങ്കിലും കൊടുക്കണം. വേറൊന്നൊരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്. ഈ പരിഗണനയൊക്കെ കൊടുക്കേണ്ട. അതിന് സർവോപരി അറബ് രാജ്യത്ത് നടക്കുന്ന ചൂഷണത്തിൻ്റെ തെളിവല്ലേ? വേറെ ഏതെങ്കിലും രാജ്യത്ത് ലോകത്തിൽ എവിടെയെങ്കിലും പോയിട്ട് നമ്മുടെ പാസ്പോർട്ട് വേറൊരുത്തൻ്റെ കസ്റ്റഡിയിൽ വെക്കുമോ? നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വേറൊരുത്തൻ്റെ കയ്യിലാവുമോ? നമുക്കൊരു ബിസിനസ് നടത്താൻ അവകാശമില്ല. തലാൽ അബ്ദു മഹ്ദി അവൻ്റേതാണ് ബിസിനസ്, വർക്ക് ചെയ്യുന്ന ഇവളാണ്. അവൻ എന്ത് ബിസിനസ്? അവന് അവൻ്റെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും ആളുകൾ ഈ ഘട്ടത്തിൽ മനുഷ്യപ്പറ്റില്ലാതെ പെരുമാറുന്നു എന്ന് പറയുന്ന അങ്ങേയറ്റ സങ്കടമാണ്. നമ്മുടെ ഉള്ളിൽ കുടിയിരുന്ന് വന്ന് മനുഷ്യൻ്റെ ഉള്ളിലെ ഈ ദൈവികാംശത്തെ മുഴുവനും ഈ കടിച്ച് കീറി തിന്ന് കഴിഞ്ഞിരിക്കുന്ന ഒരു വർഗീയ ഭൂതമുണ്ട് നമ്മുടെ ഉള്ളിൽ. ഒന്ന് വർഗീയതയാണ്, ഒരു പ്രധാനപ്പെട്ട കാര്യം വർഗീയതയാണ്. രണ്ട്, ഇതിനകത്ത് ഏറ്റവും കുടിലമായ ചിന്തയുണ്ട്. കാന്തപുരം സുന്നി ആയതുകൊണ്ട് സുന്നികളല്ലാത്തവരൊക്കെ കാന്തപുരത്തിനെ ടാർണിഷ് ചെയ്യാൻ ഇറങ്ങുന്നുണ്ട്. അതിലൊക്കെ എന്ത് കാര്യമുണ്ട്? കാന്തപുരത്തെക്കുറിച്ച് നിങ്ങൾക്ക് വിയോജിക്കാം, കാന്തപുരത്തോട് വിയോജിക്കാം. കാന്തപുരത്തിൻ്റെ ട്രാക്ക് റെക്കോർഡിനോട് വിയോജിച്ചവരാണ് നമ്മളൊക്കെ പല കാര്യങ്ങളിലും, ചേകനൂർ കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ. പക്ഷേ
ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു 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 മനുഷ്യന്റെ അല്ല, ഈ ജീവൻ വിഷയത്തിൽ രക്ഷിക്കണം. അദ്ദേഹം എടുത്തൊരു നിലപാടിനോട് ഒപ്പം നിൽക്കണം എന്നാണ് ഒപ്പം എൻ്റെ ഒരു നിൽക്കണ്ടേ? അഭിപ്രായം. തീർച്ചയായിട്ടും പോസിറ്റീവായി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ, ഇപ്പൊ അദ്ദേഹം ഈ പറയുന്ന ക്ലെയിമിൽ നമുക്ക് പൂർണ്ണമായും വിശ്വാസം ആയിട്ടില്ല എങ്കിലും അദ്ദേഹം ഇടപെടുകയെങ്കിലും ചെയ്തല്ലോ. അതെ. ഈ 90 വയസ്സ് കഴിഞ്ഞ് അദ്ദേഹത്തിന് വിശ്രമ ജീവിതം നയിക്കാലോ, ഈ സമയത്തൊന്ന് ഇടപെടണം തോന്നിയല്ലോ. അത്രയെങ്കിലും ആ സന്മനസ്സിന് നമ്മൾ നന്ദി പറയണം. പിന്നെ തീർച്ചയായിട്ടും അതിൻ്റെ കാര്യം. ഏതായാലും കാത്തിരിക്കാം നമുക്ക്. എനിക്ക് കുറെ കൂടി ക്ലാരിറ്റി വരേണ്ടതുണ്ട് വിവരങ്ങൾക്ക്. ഇത് ഈ ഭീകരന്മാരുടെ വാഴ്ച നടക്കുന്ന ഒരു രാജ്യമാണ്. അവിടുത്തെ ജയിലറയിൽ നിന്നൊരു കാര്യം പുറത്തു വരാൻ, പിന്നെ ഇത്രയേറെ ഭാഷയുടെയും ഒക്കെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തീവ്രവാദികൾ. വേറൊരു കാര്യമുണ്ട്, സനയിൽ നിങ്ങൾ ചെന്നിറങ്ങിയാൽ ഈ തലാൽ മഹദിയുടെ വീട് അന്വേഷിച്ച് പോകാൻ പോലും പറ്റില്ല. അതിനും വേണം ഹൂത്തികളോട് മറുപടി പറയുക. അതെ. ഇവിടുന്ന് ഒരാൾ പോയാൽ എത്താൻ പറ്റണ്ടേ? ആ അമ്മ പ്രേമകുമാരി പോയിട്ട് എത്ര കഷ്ടപ്പെട്ടാണ് ജയിലിലെങ്കിലും അവർക്കൊന്ന് പോകാൻ പറ്റിയത്. കഷ്ടപ്പെട്ടല്ലേ? അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് പേരോട് നമ്മൾ നന്ദി പറയണം. പക്ഷേ അവരുടെയൊക്കെ ശ്രമം എന്തുമാത്രം വിജയിച്ചു എന്ന് പറയാൻ നമുക്ക് സമയമായിട്ടില്ല. എന്തായാലും ആ ശ്രമം ഉണ്ടല്ലോ, അവിടുത്തെ ആക്ഷൻ കമ്മിറ്റി, ആ ജെറോം ഭാസ്കരൻ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ, അതുപോലെ നമ്മുടെ ഇപ്പോൾ ഗവർണർ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, കാന്തപുരം, എല്ലാവരും. ഇപ്പോൾ ഇദ്ദേഹം ഉമ്മൻചാണ്ടിയാണ് തുടങ്ങി വെച്ചത്, ചാണ്ടി ഉമ്മൻ ഇപ്പോൾ നടത്തുന്ന ശ്രമം, എല്ലാവരെയും നമ്മൾ മനസ്സുകൊണ്ട് അഭിനന്ദിക്കുകയും തീർച്ചയായിട്ടും അവരുടെ എല്ലാ ശ്രമങ്ങൾക്കും പിന്തുണ കൊടുക്കുകയും വേണം. ബാക്കി റിസൾട്ടൊക്കെ വരട്ടെ, അത് അവരുടെ ഭാഗ്യം കൂടി അനുസരിച്ചിരിക്കും.